CSR ഫണ്ട് തട്ടിപ്പിനായി പ്രതി അനന്തു കൃഷ്ണൻ രൂപീകരിച്ചത് 2500ഓളം കടലാസ് NGOകൾ. നാഷണൽ NGO പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിലുള്ള ട്രസ്റ്റിന് കീഴിലായിരുന്നു പ്രവർത്തനം. 500 കോടി രൂപയാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. 4 അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. 21 കേസുകൾ എറണാകുളത്ത് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, NGO രൂപീകരിക്കുക, അതിനു പിന്നാലെ ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തുക, വ്യാജ വാഗ്ദാനങ്ങൾ നൽകുക. എപ്പോഴാണ് ഈ അനന്തകൃഷ്ണൻ ഇത്തരത്തിൽ ഈ NGO രൂപീകരണം ആരംഭിച്ചത്? ഇതിനുള്ള മാനദണ്ഡങ്ങൾ അടക്കം സംശയത്തിന്റെ നിഴലിൽ വരികയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനുള്ള മാനദണ്ഡങ്ങളെല്ലാം പരിശോധിക്കേണ്ടതായി വരും. കാരണം ഇത്തരത്തിലുള്ള ഒരു NGO രൂപീകരിച്ചത്, അതും 2500 NGOകളാണ് അനന്തകൃഷ്ണൻ രൂപീകരിച്ചത്. തട്ടിപ്പ് കടലാസ് NGOകളായിരുന്നു. ഈ NGOകളുടെ മറവിലാണ് നാഷണൽ NGO പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും അതിന് കീഴിലുമായിരുന്നു ഈ പ്രവർത്തനം. ട്രസ്റ്റിൽ 5 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4 അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നു. ആ അക്കൗണ്ടുകൾ തന്നെ എത്തിയത് 500 കോടിയോളം രൂപയാണ്. ഇത് കണക്കിൽപ്പെടുന്ന പണമാണ്, കണക്കിൽപ്പെടാത്തത് വേറെയുണ്ട്. ട്രസ്റ്റിൽ BK സെബാസ്റ്റ്യൻ, ട്രസ്റ്റ് അംഗങ്ങളായ അനന്തു കൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാർ നായർ, ഈ 5 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 5 പേരുമായിരുന്നു ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതെന്ന് പറയേണ്ടി വരും. പ്രധാനമായിട്ടും അനന്തുവാണ് ഇതിൽ ഈ തട്ടിപ്പ് അനന്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതുവരെ 21 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറവൂരിൽ മാത്രം 35 പരാതികളാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ അനന്തുവിനെ ഹാജരാക്കും. അതിനുശേഷം ലോക്കൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്യും. പിന്നീട് ഇത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര, അപ്പോൾ തന്നെയാണ് എന്തായാലും ഈ പറയുന്നത് പോലെ 2500ഓളം NGOകൾ രൂപീകരിച്ച് അതിൻ്റെ മറവിൽ, അതിൻ്റെ അണ്ടറിലാണ് ഈ അനന്തകൃഷ്ണൻ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടേയിരുന്നത് എന്നുള്ളതാണ്. ഈ ആളുകളെ മുഴുവൻ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഈ NGOകളുടെ മറവിലായിരുന്നു എന്നുള്ളതാണ്. ഈ NGOകൾ ഇങ്ങനെ രൂപീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് അതടക്കം സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സഹിൻ ആന്റണിയാണ് വിശദാംശം നൽകിയത് കൊച്ചിയിൽ നിന്ന്.